ഹായ് ഗൈസ്, ഇത് എൻ്റെ കയ്യിലുള്ളത് ഈ ഫുഡ് കണ്ടെയ്നർ കണ്ടാ. ഇതിൻ്റെ അകത്ത് ബിരിയാണി നെയ്ച്ചോറൊന്നും അല്ല കേട്ടാ. സംഭവം പെറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് കാണണ്ടേ? നോയിക്കോട്ടാ. കുഞ്ഞൻ ഹാംസ്റ്റേഴ്സ് ആണ്, ഡാർഫ് ഹാംസ്റ്റർ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് വന്ന വഴിയാണ്. ഈ ഹാംസ്റ്റേഴ്സിന് എടുക്കാൻ പോണ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. ആ ബ്രോ, എന്തേ എവിടെ നമ്മുടെ ഐറ്റം എവിടെ? സെറ്റാണോ? ഇതിൻ്റെ അകത്താണോ? അതെ, കോക്ടെയിലൊക്കെ കിടപ്പുണ്ടല്ലോ. ആൽബിനോ നമ്മുടെ പഴയ മെയിൻ ബേഡ്സിന്റെ ബ്രീഡറാണ് കേട്ടോ. ഇപ്പൊ ബേഡ്സൊക്കെ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഉൾപ്പെടെ സംഭവം ചവിട്ടി വെച്ചേക്കാണ്. വിരിഞ്ഞിട്ടുണ്ട്. അടിപൊളി പൈഡാണല്ലോ. വിരിഞ്ഞിട്ടുണ്ട്. ചെറിയ സൗണ്ട് വന്നാ ആടാ. നമ്മുടെ ആൽബിനോടെ ചിക്ക് കിടന്നിട്ട് അനങ്ങനാണ്ടാ. ജസ്റ്റ് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ദിവസമാണ് 17-ാം തീയതി. ഓക്കെ, അത് കൺഫേം പെയറാണ്. അത് നല്ല നല്ല പെയറാണ്. കിട്ടില്ല പെയർ 4-5 ഒരു ടൈമില് ഇവിടെയൊക്കെ നിറച്ച് കിളികളായിരുന്നു. ഇപ്പൊ എല്ലാം ഒതുക്കി വെച്ചേക്കാണ്. മാർക്കറ്റൊക്കെ തിരിച്ചു വരുമ്പോ നമ്മള് വരും അല്ല. ഇപ്പൊ നമ്മൾ എടുക്കാൻ വന്നേക്കണ ഐറ്റം എന്ത് അവന്മാർ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഐറ്റം, ഹാംസ്റ്റർ. ഇത് ഡാർഫ് ഹാംസ്റ്റർ, അതായത് റഷ്യനാണിത്. സിറിയനുണ്ട്, റഷ്യനുണ്ട്. ഇത് റഷ്യനാണ്. ഇവന്മാർ ഒരു സ്മോൾ സൈസ് ആയിരിക്കുള്ളൂ. ഇത് പാണ്ട. ഇതാണ് നമുക്ക് എടുക്കാനുള്ള ഐറ്റംസ്. ഇവന്മാരാണ്. ലൈനേജൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലേ. ഇവന്മാർക്ക് ഇത് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ചിന്തേറോടിയാണോ? ഷോപ്പിൽ നിന്ന് ചിന്തേറോടിയാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു നമ്മുടെ മരത്തിന്റെ ചിന്തേറോടി ഇട്ടാലും മതി. നല്ല ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്. ഒരുത്ത നല്ല ഉറക്കമുള്ള ഈ സമയം രാവിലത്തെ ഫുഡ് കഴിച്ചാൽ ചിലപ്പോ ഉറങ്ങും. സൈലന്റ് ആണ്. ഇവന്മാര് പൊതുവെ നൈറ്റ് അല്ലേ ആക്റ്റീവ്. അത് ഈ ഷുഗർ ഗ്ലൈഡർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നൈറ്റാണല്ലേ. ഇവന്റെ കുഞ്ഞുങ്ങളാണത് ഇപ്പൊ നമുക്ക് എടുക്കുണ്ടാനുള്ളത്? അല്ല അല്ലേ? ആദ്യം എടുത്തതിന്റെ 2 കുഞ്ഞുങ്ങളും പിന്നെ ഇപ്പുറത്ത് 3 കുഞ്ഞുങ്ങളും ആണല്ലേ. ഇതേതാണ്? ഇത് പാണ്ട തന്നെയാണ്. ബ്രീഡായി 2 കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇത് വേറൊരു പാണ്ട. ഇത് ക്രോസ് ആയിട്ടാണ്. ബ്രൗൺ കളറുള്ള പാണ്ട്. ഇത് ചോക്ലേറ്റ് പാണ്ട അല്ലേ? മെയില് ചോക്ലേറ്റ് കളറുള്ള പാണ്ട പോലത്തെ കളറും, ഫീമെയില് പാണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും ബ്രീഡിയൊക്കെ പേരാണോ? പേരാണ്. നമ്മുടെ പേരൻസ് ഏതാണ്? ഇത് തന്നെ. ഇത് പറഞ്ഞതാണ്. ഒരെണ്ണം ഈ പേരല്ലേ? ഒരെണ്ണം ഈ പേർ. മെയില് ഇത് തന്നെ, ഫീമെയില് അങ്ങറ്റത്തിറക്കണം ആണല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. നമ്മുടെ ഹാംസ്റ്റർ നമുക്ക് എന്തായാലും കൊണ്ടുപോകാനുള്ള പരിപാടി. ഇതെങ്ങനെ പാക്ക് ചെയ്യാനിപ്പോ? ഓക്കെ. ഇമാര് വെള്ളം ഇതുപോലെ ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കണോ അല്ലേ? ഓക്കെ. ഇതുപോലെ കെട്ടി തൂക്കിട്ടാ പോരെ. ഇതാ നമ്മുടെ ഫുഡൊക്കെ എങ്ങനെ? അരച്ചു കൊടുക്കാറുണ്ട്. കുക്കുംബർ അരിഞ്ഞു കൊടുക്കും. 2 നേരം കൊടുത്താന്ന് പറഞ്ഞു. പക്ഷെ 3 നേരം ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു നേരം നമ്മുടെ മുയലിന്റെ തിരിയില്ലേ, അത് കുറച്ചിട്ട് കൊടുക്കും. വളരെ കുറച്ച് മതി. വെള്ളം മസ്റ്റാണ്. 2 മാസം കൊണ്ട് ഞാൻ ഇതുവരെ ഇവന്മാരെ വളർത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ 2 മാസം കൊണ്ട് മാറ്റി കൊടുക്കും.
ചിന്തറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അക്വേറിയം ഉണ്ട്. ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് നമുക്ക് അതിൻ്റെ ട്രിപ്പ് തൽക്കാലം ഓർമ്മയുണ്ട്. ബാക്കി മേടിക്കാം. കളർ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഏതെങ്കിലും കളർ ഇറങ്ങിക്കോളൂല്ലേ? പിന്നെ മെയിൽ ഫീമെയിൽ നമ്മുടെ ഇതിലൊക്കെ തന്നെയാണ്. ഇത് ഗ്യാപ്പ് വേണ്ട. ഇത് ഫീമെയിലാണ്. അപ്പൊ അത് മെയിലാണ്. ഇത് മെയിലായി പോയി. അത് രണ്ടെണ്ണത്തിൽ പിടിച്ച കറക്റ്റ് അറിയുന്നുണ്ട്. അടുപ്പിച്ചാണെങ്കിൽ മനസ്സിലാവുക. അപ്പൊ ഇത് മെയിലാണ്, ഇതാണ് മെയിലാണ്. ബാക്കി ഈ പാണ്ട പോലത്തെ പൈഡും ഈ രണ്ട് പാണ്ട ഫീമെയിലാണ്. ഏകദേശം എത്ര പ്രായമാണ്? 2 മാസം കഴിയുമ്പോ തന്നെ ബ്രീഡ് ചെയ്യിക്കാം. 5 മാസം? 2 മാസം. 2 മാസം. ഇമാർക്ക് ലൈഫ് സ്പാൻ കുറവായിരിക്കും. ലൈഫ് സ്പാൻ കുറവായിരിക്കും. ഇത് അങ്ങനെ അസുഖം ഒന്നും ചത്തോകൂല. നിങ്ങൾ എന്തെങ്കിലും വന്നെനിക്ക് ഇത് മറ്റേ ബേഡ്സിന് വന്ന പോലെ മെലിഞ്ഞു പോകും നിങ്ങൾ. അങ്ങനെയാണ് ഏതാണ് മൊയിലിന്റെ തിരി? ഇത് കൊടുക്കും. വലിയ പിടുത്തില്ല എൻ്റെ കയ്യിൽ, എന്നാലും എടുത്ത് തിന്നുകയല്ല. അടിക്കലുണ്ടല്ലേ? ക്യാരറ്റ് മാത്രമേ ഇപ്പൊ ഇവിടെ കിട്ടണം. നല്ല ക്യാരറ്റ് വെള്ളത്തിന്റെ ഫുഡും കിട്ടണുണ്ട്. ഇത് ഡ്രൈ ആണല്ലോ, കാരണം നല്ല വിഷമിരിക്കുമ്പോഴൊക്കെ അടിക്കും. ഇതിങ്ങനെ ചിന്തന്റെ അടി കൊണ്ടുപോയി ഇവിടെ കിടക്കുന്നുണ്ട്. ചിന്തന്റെ അടി കൊണ്ടുപോയി കുഞ്ഞു കിടക്കുന്നുണ്ട്. 2 ഉണ്ട്. അത് അതിന്റെ അടിയിലാണ്. ഇമാര് എത്ര കുഞ്ഞുങ്ങളെ ഉണ്ടാവാറുണ്ട് അത് നമുക്കൊരു ഇതിന് ഹാംസ്റ്ററിൽ തന്നെ ഒരു ഫുഡ് മേടിക്കാൻ കിട്ടും. 800 ഗ്രാമിന് 300 രൂപ ഇമ്പോർട്ടഡ് ഫുഡ്. ആ സാധനം ഞാൻ മേടിക്കാറുണ്ട്. അത് നമ്മൾ മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് രാത്രികളിൽ അത് ഇട്ട് കൊടുക്കും. അത് ആ ഫുഡ് ഉണ്ടെങ്കിൽ ഒരു 7 കുഞ്ഞുവരം കിട്ടും. 7 കുഞ്ഞുവരം കിട്ടിയാലും 7 കുഞ്ഞു പ്രസവിക്കും. 7, 6, 5. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ ഇട്ട് കൊടുക്കണം. ആ സാധനം ഇട്ട് കൊടുത്താൽ അത് എന്റെ അടുത്തുണ്ട് തീർന്നും മേടിക്കണം. അപ്പൊ ആ ഫുഡ് ഇട്ട് കൊടുത്താൽ 5 തുടങ്ങി 7 വരെയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ കിട്ടുമ്പോ ഒരു 5 കിട്ടുള്ളൂ. നിങ്ങള് അത് കഴിഞ്ഞിട്ടുള്ള ഇതില്ലേ ആഫ്റ്റർ ബ്രീഡിങ് കഴിഞ്ഞിട്ട് നോക്കലും ചിലപ്പോ ലാസ്റ്റ് കുഞ്ഞിനൊക്കെ പട്ടികളെ പോലെ ചെറിയ സൈസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ പോകും. പക്ഷെ എനിക്ക് ഇവിടെ മാക്സിമം കിട്ടിക്കുന്ന 7 കുഞ്ഞു. എന്നിട്ട് കിട്ടിയത് 6 എണ്ണം. ആ ഫുഡ് മേടിക്കാൻ കിട്ടും. 300 രൂപയാണ്. പെല്ലറ്റ് പോലത്തെ ഇതുപോലത്തെ ഡ്രൈ സീഡ് പോലത്തെ എല്ലാവരും മിക്സ് ചെയ്ത സാധനമായിരിക്കും. അത് ബീക്സിലുണ്ട്. ഡപ്പന്റെ ബീക്സിലുണ്ട്. ഇവന്മാരിപ്പോ ഞാൻ ഒരു 2 മാസം ആകുമ്പോ സെപ്പറേറ്റ് ആക്കിയാൽ മതി. അത് എപ്പോഴും സെപ്പറേറ്റ് ആക്കണം? ഇപ്പൊ സെപ്പറേറ്റ് ആക്കണ്ട. ഒരു മാസം കഴിയുമ്പോൾ ഇപ്പൊ ഇന്ന് പറഞ്ഞു അടുത്ത മാസം സെപ്പറേറ്റ് ആക്കുക. അപ്പൊ മാർച്ച് 17 ഏപ്രിൽ ആദ്യം ബ്രീഡിങ്ങിന് ഇടാം. 17 ദിവസം കൊണ്ട് ബ്രീഡാവും കുഞ്ഞു. ഫുൾ ടൈം ഇങ്ങനെ ഓൺ ആയിട്ട് ഇരിക്കൂലേ? വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ലല്ലേ? ഹായ്, കൊണ്ടുപോവേണ്ട? കൊണ്ടുപോവേണ്ട? കൊണ്ടുപോയിക്കോട്ടെ. ഇതിനാ കൊണ്ടുപോയിക്കോട്ടെ? വേണോ? ഇതിനെ വേണ്ട, ബീഗിളിന് വേണ്ടേ പറ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഏവിയറി ഒന്ന് പൊടിയാട്ടി എടുക്കാനുള്ള പരിപാടിയാണ്. കിളികളൊക്കെ ഒഴിവാക്കിയ പിന്നെ ഏവിയറിയിലേക്ക് കയറൽ പോലും ഉണ്ടായില്ല. എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ കിടക്കണേ. എന്തായാലും ഇനിയിപ്പോ ഇവിടെ ഇവന്മാരെ സെറ്റ് ചെയ്യാനുള്ള പണി ചെയ്യണം. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് കിളികളായിരുന്നു. ഒന്നുമില്ല, എല്ലാം ഫുൾ കൂടും, എല്ലാം കാലിയാണ്, ഫുൾ കാലിയാണ്. ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ജാവാസൊക്കെ ഒഴിവാക്കിയ പിന്നെ ആണെങ്കിലും ഒട്ടും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. പുറത്തൊക്കെ ഒരു കൂടി ഇരിക്കണണ്ട, അതിൽ കൊന്നൂറൊക്കെ കിടന്നേച്ചാണ്. അപ്പോൾ ഒന്നുമില്ല, എല്ലായിടത്തും മാറ്റി സെപ്പറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് എംറ്റി. എന്തായാലും കിളികൾ മൂട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യണില്ല. ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ കൂടൊക്കെ സെറ്റ് ചെയ്യാം.
നമ്മുടെ ഇവിടെ കുറച്ച് അക്വേറിയംസ് ഇരിപ്പുണ്ട്, യൂസ് ചെയ്യാത്ത അക്വേറിയമാണ്, മീനുകളൊന്നുമില്ല. ഒരെണ്ണത്തിലൊക്കെ ഫൈറ്ററൊക്കെ കിടപ്പുണ്ട്, അവന്മാരെ മാത്രം ഇവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഈ ഹാംസ്റ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. എന്തായാലും ഇത് മൂവ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഗൈസ്, അപ്പോൾ കേജിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഈ രീതിയിലാണ് തൽക്കാലം സെറ്റ് ചെയ്തേക്കണത്. ഇനിയിപ്പോൾ നമുക്ക് വുഡ് ഷേവിങ്സ് ഇട്ട് കൊടുക്കണം. വുഡ് ഷേവിങ്സ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് ശരിക്കും ഉണക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവന്മാരെ ഇതിൽ റിലീസ് ചെയ്യാം. കുറച്ച് നേരമായി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് റിലീസ് ചെയ്യണം. വലിയ പണിയോ പറഞ്ഞപ്പോൾ മച്ചാളും. അത് വെള്ളം കുടിക്കാനുള്ള ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഞാൻ അമ്മമാർ ഇവിടെ നിന്ന് കുടിച്ചോളൂ. നമ്മുടെ ഹാംസ്റ്റേഴ്സിന് ഫീഡ് കഴിക്കാനായിട്ട് കുറച്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇമാരിപ്പോൾ കഴിക്കണമെന്നറിയില്ല, ഇതിൽ വെച്ചേക്കാം എന്തായാലും. നമുക്ക് നോക്കാമല്ലോ. അടി തുടങ്ങി വിശന്നിരിക്കാറെന്ന് തോന്നണേ. ഓരോരുത്തന്മാർ ഓരോന്ന് എടുത്തുകൊണ്ട് പോയിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഒരുത്തൻ ഉറക്കത്തിൽ നിന്ന് കണ്ണും കൂടി തുറക്കാണ്ടാണ് വന്ന് ക്യാരറ്റ് എടുത്ത് അടിക്കണത്. എന്തായാലും സംഭവം കൊള്ളാട്ടാ, പൊളി. ഗൈസ്, പെറ്റ് സൈക്കിളിൻ്റെ അപ്പോൾ ഈ ചെറിയൊരു ഹാംസ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ആവുള്ളൂ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണുന്നവരെ ബൈ.